അയലൂരിൽ പ്രവർത്തനം ആരംഭിച്ച വാതക ശ്മശാനത്തിന്റെ ദിശകൾ ശരിയായ വിധത്തിലല്ലെന്ന ഹിന്ദു ഐക്യ ഏകതാ സമിതി അയലൂർ പഞ്ചായത്ത് കമ്മിറ്റി. പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും നൽകിയ നിവേദനത്തിലാണ് ശ്മശാന നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ചൂണ്ടിക്കാണിച്ചത്. തലഭാഗം തെക്ക് വശത്ത് വരേണ്ടത് വടക്ക് വശത്ത് വരുന്ന വിധത്തിലാണ് നിർമ്മാണ പ്രവൃത്തി നടന്നിട്ടുള്ളത്. വാതക ശ്മശാനത്തിന്റെ അശാസ്ത്രീയമായ നിർമ്മിതിയെക്കുറിച്ച് നിവേദനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ആകാശത്തേക്ക് പോകേണ്ട പുക പരിസരത്ത് തന്നെ തങ്ങി നിന്ന് അന്തരീക്ഷ മലിനീകരണമുണ്ടാക്കുന്നതായി സമിതി വർക്കിംഗ് പ്രസിഡന്റ് അനിൽ ആലിങ്കൽ പറഞ്ഞു. നമ്മുടെ അയലൂർ ഗ്രാമപഞ്ചായത്തിലെ വാതക ശ്മശാനത്തിൽ ഹിന്ദു ആചാര അനുഷ്ഠാന പ്രകാരം തല തെക്ക് ഭാഗത്താണ് വരേണ്ടത്. എന്നാൽ ഇതിൻ്റെ നിർമ്മിതി തന്നെ വടക്ക് വശത്ത് വരത്തക്ക വിധത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആയത് നിരന്തരം കഴിഞ്ഞ ബോർഡിലും മറ്റുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ തല തെക്ക് വശത്ത് വരത്തക്ക വിധത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റി സ്ഥാപിക്കണമെന്നും ഇത് കാലത്ത് 9 മണി മുതൽ 5 മണി വരെ മാത്രമേ ഇവിടെ മൃതദേഹം സംസ്കരിക്കാൻ എടുക്കുന്നുള്ളൂ. അത് 3.5 മണിക്കൂറിന് ശേഷം ഒരു മൃതദേഹം കഴിഞ്ഞ് അടുത്ത മൃതദേഹത്തിന് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ ശ്മശാനത്ത് യഥേഷ്ടം സ്ഥല സൗകര്യം ഉള്ളതുകൊണ്ട് വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വിറക് വെച്ച് കത്തിക്കുന്നതിനും അതുപോലെ തന്നെ പുറമേ നിന്ന് മൊബൈൽ വാതക സംവിധാനം കൊണ്ടുവന്ന് ദഹിപ്പിക്കുന്നതിനും ഒരു സ്ഥിര സംവിധാനം വേണമെന്നും അതിന് വേണ്ടുന്ന ഫീസ് പഞ്ചായത്തിന് ഈടാക്കാവുന്നതാണെന്നും അത് മറ്റുള്ള പഞ്ചായത്തുകൾക്ക് അയലൂർ പഞ്ചായത്ത് ഒരു മാതൃകയാകണമെന്നും ആണ് ഇതിൽ ഒരു കാര്യമായിട്ടുള്ളത്. ആചാരങ്ങൾക്ക് യാതൊരുവിധ ഭംഗവും വരാത്ത രീതിയിൽ വേണം മൃതദേഹം സംസ്കരിക്കേണ്ടത്. ഒന്നിലധികം മരണം സംഭവിക്കുമ്പോൾ വക്കാവ്, എലവഞ്ചേരി, ഐബർമഠം എന്നീ സ്ഥലങ്ങളിലുള്ള ശ്മശാനത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇതൊഴിവാക്കാൻ ശ്മശാനത്തിൽ യഥേഷ്ടം സ്ഥലമുള്ളതിനാൽ വിറകുപയോഗിച്ച് സംസ്കരിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്നും സെക്രട്ടറി എ ശിവരാമൻ പറഞ്ഞു. ശ്മശാന വളപ്പിൽ പാഴ്ചെടികളും പുല്ലും വളർന്നു നിൽക്കുന്നത് വൃത്തിയാക്കി ബലവൃക്ഷങ്ങളും പുൽച്ചെടികളും വെച്ചുപിടിപ്പിക്കണമെന്നും പ്രസിഡന്റും സെക്രട്ടറിയും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. UTV ന്യൂസ്, പാലക്കാട്.